രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിപ്പാണ് കേട്ടോ. എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്നിങ്ങനെ ഒരു തലവേദന വരാൻ എന്താ കാരണം എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷാമ്പു തലയിൽ തേച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫ്യൂം മണത്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ വരുന്ന തലവേദന ഇപ്പോൾ ഒരു കാരണവും ഇല്ലാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെയാണെങ്കിൽ അമ്മയും ഇല്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അച്ഛന് കാപ്പിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനൊരു ഗുളികയും കുടിച്ചിട്ട് പിന്നെയും കിടന്നതാണേ. പിന്നെ ഞാൻ എണീക്കുന്നത് ഒരു 7 മണിക്കാണ്. അപ്പോഴും എനിക്കിങ്ങനെ വേദന ഉണ്ട്. എനിക്കറിയാം ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൂടുതലാവും എന്നുള്ളത്. ഞാൻ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഗുളികയും കുടിച്ച് കിടന്നു. എന്നാൽ മാറ്റം വരുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വലിയ മാറ്റമൊന്നും വരാത്ത പോലെ തോന്നി. പക്ഷേ നമുക്കിതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ വേഗം എണീറ്റ് വേദന അധികമാവുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. ഇവിടെയാണെങ്കിൽ എനിക്ക് ചോറൊന്നും വെച്ചിട്ട് അധികം ഒരു ശീലമില്ല കേട്ടോ. കാരണം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയല്ല ഇത്. അമ്മയാണ് ഇവിടെ ചോറൊക്കെ വെക്കാറ്. അപ്പം ഞാൻ വേഗം ചോറ് അങ്ങോട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ച് ഈ അരി കഴുകുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മേനെ ഓർമ്മിക്കും കേട്ടോ. കാരണം അമ്മ എപ്പോഴോ ഞാൻ ഫസ്റ്റ് അരി കഴുകുന്ന സമയത്ത് എന്നോട് എന്തോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അരി കഴുകിയ വെള്ളത്തിൽ നമ്മളെ കാണണമെന്നോ, അതായത് നമ്മൾ അത്രയും വൃത്തിയിൽ കഴുകി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തെളിഞ്ഞ് കാണുമല്ലോ, അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത് ഞാൻ ഇവിടുന്ന് അരി കഴുകലില്ല. കാരണം അതൊക്കെ ചെയ്യുന്നത് അമ്മയാണ്. എനിക്ക് അങ്ങനത്തെ പണികളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അമ്മയില്ലാത്ത ദിവസങ്ങളിലാണ് ഞാനിവിടെ ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അരി കഴുകിയിട്ടു. പിന്നെ ഞാൻ ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുക്കളയിലുള്ള ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോയി കിടക്കാന്നുള്ളൊരു ആശ്വാസത്തിലാണ് കേട്ടോ. എനിക്ക് കിടക്കുന്നത് വലിയ ഇഷ്ടമല്ല. എനിക്ക് ഈ സമയത്ത് ജോലി ചെയ്യാൻ ഞാൻ ഈ സമയത്ത് വിചാരിക്കുക, എനിക്കൊന്നും വേദനയൊന്നും ഇല്ലാണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് ഇങ്ങനെ ഓരോ ജോലി ആസ്വദിച്ച് ചെയ്തേനേ എന്നാണ് കേട്ടോ. എനിക്ക് തലവേദന ഇല്ലാത്ത ദിവസങ്ങളാണ് ഏറ്റവും നല്ല ദിവസങ്ങളെന്ന് ഞാൻ വിചാരിക്കും. കാരണം എനിക്ക് കിടക്കുന്നതിലും ആ വേദന സഹിക്കുന്നതിലും ഒക്കെ ബെറ്റർ അല്ലേ നമ്മളിങ്ങനെ ഓരോ ജോലി ചെയ്യുന്നത്. അപ്പോൾ സാൻവി ആണെങ്കിൽ അപ്പുറത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓള് വന്നപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നേ, നമുക്ക് തലവേദനയാണ്. ഓക്ക് പിന്നെ എൻ്റെ മുഖം കണ്ടാൽ അറിയാം നമുക്ക് തലവേദന ഉണ്ടോയെന്ന് ചോദിക്കും. അതിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാൻ തലവേദനയാണെന്ന് പറയുമ്പോൾ ഓള് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അമ്മേ തലവേദന മാറിയോ, കുറവുണ്ടോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം. കാരണം എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ആരെയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് മക്കളെ, ഇവരോട് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, എണീറ്റൊന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞ തലവേദന മൈഗ്രെയിൻ തലവേദനയാണ് കേട്ടോ. അനുഭവിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ഫുഡുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ഛൻ രാവിലെ കാപ്പി മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പുട്ടും മുട്ടക്കറി ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ തലവേദന വരുന്നത്. അപ്പം ഞാൻ ലാലോട്ടിനോട് ചോദിച്ച്, ലാലോട്ടാ നമ്മൾ എന്താ രാവിലെ ആക്കാം? അന്നേരം എന്നോട് പറഞ്ഞു, നീ ചമ്മന്തി ആക്കിക്കോ, നമുക്ക് വട പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ വേഗം ചോറും ഉപ്പേരിയും ഉച്ചക്കത്തേക്കുള്ള കറിയും ആക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഞാൻ അലക്കാൻ പോയിട്ടില്ല, മുറ്റടിക്കാൻ പോയിട്ടില്ല, അകം അടിച്ച് വാരി തുടച്ചിട്ടില്ല. ഇതാണ് എൻ്റെ മെയിൻ ജോലി രാവിലത്തേത്. അതൊക്കെ ഞാനവിടെ മാറ്റി വെക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഇവർക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് അവിടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിടക്കാം. എനിക്ക് കിടക്കാന്നല്ല, ഞാൻ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഈ വേദന ഇപ്പോൾ അധികമായി കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇഞ്ചക്ഷൻ ഇടിക്കണം. അപ്പോൾ ഇവർക്ക് ഫുഡ് ഇല്ലാണ്ടായി പോകരുതല്ലോ. അതുകൊണ്ട് ഇവർക്ക് വേണ്ട ഫുഡ് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി വെക്കാന്നാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചത് ഇതിന് വേണ്ടിയിട്ടെങ്കിലും ഞാനൊരു ഉഷാറോടുകൂടെ ജോലി ചെയ്യരുതട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ അയ്യോ വേദന എന്ന് വിചാരിച്ച് നിൽക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ചത്. പിന്നെ നമുക്കറിയാലോ നമ്മളൊരു വേദന അനുഭവിച്ച ദിവസങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ വേദന മറ്റു പല ദിവസത്തിനേക്കാളും കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇത് അധികമായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നിൽക്കാൻ പോലും പറ്റൂല. അങ്ങനെ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ഉപ്പേരിയും വെച്ചു. ചക്കക്കുരു, മുരിങ്ങേൻ്റെ ഇല ഉണ്ടല്ലോ അതും കൂടെ കറിയും വെച്ചു കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് വലുതായി തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ എങ്ങനെയൊക്കെയോ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത എൻ്റെ ശ്രമം എന്ന് വെച്ചാൽ ആവി പിടിക്കാന്നാണ് കേട്ടോ. ആവി പിടിച്ചു കഴിഞ്ഞാൽ ഈ തലയുടെ ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ തോന്നും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ ആവി പിടിക്കും കേട്ടോ. ഈ ചൂടിങ്ങനെ തട്ടിച്ച് ഞാൻ അതിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ കൊണ്ടുവരുന്ന പോലെ തോന്നും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെയും പോയി കിടന്ന്. അപ്പോൾ ലാലോട്ടൻ പോയിട്ട് വട വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ലാലോട്ടൻ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ചുട്ട വടയാണേ ഗൈസ് എന്ന് പറഞ്ഞോളേ. അത് കാണുമ്പോൾ തന്നെ അറിയാലോ ഞാൻ ചുട്ടതല്ല എന്നുള്ളത്. അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇനി എന്തെങ്കിലും എനിക്ക് വലിയ തലവേദന ഒന്നും ഇല്ലെങ്കിൽ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആക്കണം. അല്ലാതെ വേറെ ഒരു പണിയും ഞാൻ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ പാത്രമൊക്കെ കഴുകി
അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയതുപോലെ ഉണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഞാൻ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ ഇവര് ലാലോട്ടൻ അപ്പുറത്താണുള്ളത്, വസുമോൻ എണീറ്റിട്ടില്ല, സാൻവി അപ്പുറത്ത് പോയി, അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അമ്മ എൻ്റെ കൂടെ ചെയ്യുമ്പോൾ ആളുണ്ടാവുമല്ലോ. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇനി അടുക്കളയിൽ നിന്ന് അങ്ങ് പോയാൽ മതി എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാലുള്ള ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. അടുത്തൊരു ട്രിപ്പിന് വരുന്നത് വരെയുള്ള ഒരു ആശ്വാസം നമുക്ക് ഈ കിച്ചൺ, ഈ സ്റ്റാൻഡും ഗ്യാസും ഒക്കെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആശ്വാസമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഞാൻ എല്ലാം വൃത്തിയാക്കുകയാണ്. ഗ്യാസൊക്കെ ഞാൻ എപ്പോഴും നമ്മളുടെ എന്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇവിടെയൊക്കെ തുടക്കുമ്പോൾ ഞാൻ ഗ്യാസും തുടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്യാസിലൊന്നും വലിയ കച്ചറകളൊന്നും ഉണ്ടാവാറില്ല. നീറ്റായിട്ട് കിടക്കും. അങ്ങനെ ഞാനെല്ലാം തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങ് ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ കണ്ടോ, ഇതാ നമ്മളുടെ അടുക്കള, നല്ല കുഞ്ഞടുക്കള, നല്ല സൂപ്പറായിട്ടില്ലേ. അങ്ങനെ അതിനുശേഷം നമ്മളുടെ ഷെഫിക്കേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അയില കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു കുഞ്ഞ് ഇലയിൽ വസുവിന് കൊടുക്കുന്നതാണ് കേട്ടോ ഷെഫിക്കേട്ടൻ, ചെറിയ എന്തെങ്കിലും മീനുകൾ. അങ്ങനെ അത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചിട്ട് കറിയാക്കി വെച്ചിട്ട് എന്നാലൊരു സ്ഥലത്ത് ഇരിക്കാന്നുള്ളത്. അങ്ങനെ വേഗം അത് മുറിക്കാൻ നിന്ന്. ഈ മീൻ കഴുകുന്ന സംഭവവും അമ്മ എന്നോട് എന്തോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കഴുകിയ വെള്ളത്തിൽ അരി കഴുകാമെന്നോ, എനിക്കറിയില്ല കേട്ടോ പറയുന്നത് തെറ്റാണോ എന്നുള്ളത്. കാരണം നമ്മൾ അത്രയും വൃത്തിയായിട്ട് കഴുകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്നോട് ഓരോന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാക്സിമം പാലിക്കാൻ നോക്കാറുണ്ട്. പിന്നെ നമ്മൾ അലക്കിയിട്ട് ആറിയിടുന്ന സമയത്ത് ഒരേപോലത്തെ ഡ്രസ്സുകൾ ഒരുപോലെ ആറിയിടണം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, കുറച്ചൊക്കെ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യാറുണ്ട്. മടി കാരണമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് വേദനയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് ഞാൻ ആ കുടിച്ച മരുന്ന് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് കുളിക്കാത്തത് കൊണ്ടുള്ള ഒരു ഇതെനിക്ക് വേറെയുണ്ട്. കാരണം ഞായറാഴ്ച ദിവസങ്ങളിലാണ് എല്ലാ പണിയും കഴിഞ്ഞ് വേറെ ഒന്നുമില്ല, കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവുമായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ ശരീരം അതിനങ്ങോട്ട് അനുവദിക്കുന്നുമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു മുറ്റം അടിക്കണ്ട. കാരണം മുറ്റത്തേക്കൊരു ഏകദേശം ഒരു 10:30-11 മണിയുടെ അടുത്തായി. ഇനി ഞാൻ ചൂലും കൊണ്ട് പോയി കഴിഞ്ഞാൽ റോഡിലൂടെ പോകുന്നവർ വിചാരിക്കും ഞാൻ എപ്പോൾ എണീറ്റേയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മുറ്റം അടിക്കണ്ടെന്ന് വിചാരിച്ചു. മുറ്റം വൈകുന്നേരം അടിക്കാം. അപ്പോൾ ബസു സാൻവിയും കൂടെ ലാലോട്ടിന് എന്തോ മേലെ എടുക്കാൻ പോയപ്പോൾ കൂടെ പോയതാണേ. അപ്പോൾ ഒരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനെന്നാൽ വേഗം അടിച്ചു വരട്ടെ എന്നാണ്. ഞാൻ അടുക്കളയിൽ എത്തുമ്പോഴത്തേക്കും ഒരു സർപ്രൈസ്, ദേ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എനിക്ക് സർപ്രൈസ് ആണല്ലോ. അപ്പോൾ അമ്മ കൊണ്ടുവന്ന സാധനം ഭവീജിക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഓൻ പോയി നിന്നതാണേ. അവിടുന്ന് വിളിക്കുന്നുണ്ട്, മമ്മേ ദീദി എന്നൊക്കെ ഓൻ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ വന്നുകൊണ്ട് തന്നെ പിള്ളേരുടെ കാര്യം നോക്കണ്ടാത്തതായി. ആ പിള്ളേരാണെങ്കിൽ അമ്മേൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം അമ്മയ്ക്ക് ചായ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അമ്മ കട്ടൻ ചായയാണ് കേട്ടോ വേണ്ടതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് കട്ടൻ കൊടുത്തത്. അങ്ങനെ കട്ടൻ ചായ കൊടുത്തു. അതിൻ്റെ കൂടെ അമ്മേൻ്റെ ഏറ്റവും ഫേവറായിട്ടുള്ള അലുവ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് നല്ലോണം അങ്ങ് മുറിച്ച് കൊടുത്തു. അമ്മ നല്ലോണം അങ്ങോട്ട് കഴിക്കുകയും ചെയ്തു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക് അലുവ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഇത് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്കാണ് അമ്മ വന്നത്. എനിക്ക് ഈ അലുവ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നേ. പക്ഷേ എന്തൊക്കെയോ തിരക്കുകളുണ്ട്. പിന്നെ എന്നോട് വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ വേഗം ലാലോട്ടൻ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഈ മീൻ പൊരിക്കുന്നത് വരെയുള്ള വീഡിയോ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കിണർ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അറപ്പ് പോലെ തോന്നി. അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.